58-year-old, son of Chamunni. ഇയാൾ ഇന്നലെ രാത്രി ഏകദേശം 10 to 10:30 മണി ആ സമയത്തിനുള്ളിൽ പോലീസ്ക്ക് പിടികൂടാൻ സാധിച്ചു. ഒരു സെൻസേഷണൽ കേസായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫേർട്ട് എടുത്തു. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിങ് ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു, ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു, ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു. എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി. പക്ഷേ ഫൈനലി ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രം ദ പാഡി ലാൻഡ് ഒരു ആ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ വിശദമായിട്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതെല്ലാം പ്രിലിമിനറിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയാണുള്ളത്. സോ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിങ് നൗ ഇത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണുള്ളത്. ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ്. ഇയാൾക്ക് ഞങ്ങൾ നന്നായിട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുറ്റകൃത്യം ഇയാൾ ഏകദേശം 10 o'clock ഇൻ ദ മോർണിംഗ് ആണ് ഈ കുറ്റകൃത്യം സംഭവിച്ചത്. ടൈം നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്. കാരണം ഈ ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് ഫെൻസിങ് ആണ് അവിടെ. അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മല ഭാഗത്തേക്കാണ് ഇയാൾ പോയത്. അവിടെ പോയിട്ട് ഇയാൾ 2 ദിവസം ഏകദേശം 1.5 ദിവസം 1.5 days ആ മലയിൽ തന്നെ ഇയാൾ നിന്നു. നമ്മുടെ പോലീസ് പാർട്ടീൻ്റെ മുഴുവൻ സെർച്ച് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഇയാൾ എല്ലാം ഈ സെർച്ചിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഇന്നലെ ഫൈനലി 1.5 ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇയാൾ താഴത്താണ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി വൈദ്യ പരിശോധന എല്ലാം നടത്തി. ഇപ്പോൾ മറ്റ് ഫോർമാലിറ്റീസ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇയാൾക്ക് ഞങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മേ ബി ഇൻ 1 or 2 days ഞങ്ങൾ ഇയാൾക്ക് വീണ്ടും കസ്റ്റഡിയിലെടുക്കും. ക്രൈം സീൻ ഇപ്പോൾ നമുക്ക് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടതാണ്. ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാം ഇപ്പോൾ പോകുന്നത്. കേസിൻ്റെ അന്വേഷണം കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പോലീസ് പാർട്ടി എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻ ഒരു ചെറിയ കാര്യം വെരിഫൈ ചെയ്തിട്ട് ഈ അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പല സയൻറ്റിഫിക് ഹെൽപ്പ് കൂടി ഞങ്ങൾ എടുത്തിരുന്നു. ഈ കണ്ടിന്യൂസ് പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ആയതുകൊണ്ട് ഇയാൾക്ക് നമുക്ക് സേഫായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു. ഇന്നലെ രാത്രി കൂടി ഇയാളുടെ സേഫ്റ്റി ഞങ്ങൾ നല്ല രീതിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. DYSP ആലത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടീം നമ്മുടെ അന്വേഷണം സംഘം ഫങ്ഷൻ ചെയ്തത്. ഇതിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ
പാലക്കാട് അഡീഷണൽ എസ് പി ഹരിദാസൻ, പിന്നെ ASP അണ്ടർ ട്രെയിനി അച്യുത്, അലാത്തൂർ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, മറ്റ് ഓഫീസർമാർ, നെന്മാറ പോലീസ് സ്റ്റേഷനിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നെ ഓൾ അതർ ബറ്റാലിയൻ പോലീസ് പേഴ്സൺസ് എല്ലാവരും വളരെ നല്ല പോലെ ഇതിൽ എഫേർട്ട് എടുത്തതാണ്. നെന്മാറ ആ ഏരിയയുടെ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു നന്ദിയാണ്. കാരണം ഈ സെർച്ച് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാ രീതിയിൽ അവൻ സഹായിച്ചു. സോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത്. മോട്ടീവ് ഒരു പരസ്പരം ഇത് കുറേ കാലത്ത് ലൈക്ക് ഒരു ഫസ്റ്റ് മർഡർ ഉണ്ടായിരുന്നു 2019. സോ ആ സമയം മുതൽ ഈ പരസ്പരം ഒരു വൈരാഗ്യമാണ്. രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ്. ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത്. ഷീ ഹാസ് ലെഫ്റ്റ് ഹിം. സോ ഇയാൾ ഹിസ് ബിലീവ് ഇസ് ദാറ്റ് ഹിസ് വൈഫ് ഹാസ് ലെഫ്റ്റ് ഹിം ബിക്കോസ് ഓഫ് ദ അതർ ഫാമിലി. മറ്റ് കുടുംബത്തിൻ്റെ ഇടപാടായതുകൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വിട്ടുപോയത്. സോ ദാറ്റ് ഈസ് ദ എൻമിറ്റി. ആ ഒരു എൻമിറ്റിൻ്റെ ആംഗിളാണ് ഇയാൾക്ക് ഉള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ഇതാണ് നമുക്ക് മനസ്സിലായത്. ഇയാൾക്ക് ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത്, അത് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് അതർ ഫാമിലി മറ്റേ കുടുംബമാണ് ഈ ആസ്ട്രോളജർ പിന്നെ മന്ത്രവാദികൾക്ക് കണ്ടിട്ട് അവന്മാരുടെ സഹായം എടുത്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ആണ് ഇയാൾക്ക് ഒഴിവാക്കിയിട്ട് പോയത്. ദാറ്റ് ഈസ് ഹിസ് ബിലീഫ്. സോ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം. പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാൻ നമുക്ക് ഇപ്പോൾ പറ്റില്ല. വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് വെരിഫൈഡ്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. ഇങ്ങോട്ടാണ് വന്നത്. ഈ ഓൾറെഡി ഈ എൻമിറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്, ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ ഒരു വിശദമായിട്ട് ആ എൻമിറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ. സോ ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. സോറി, ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലായില്ല. പക്ഷേ വി ഹാവ് ടു സെർച്ച് ഹിസ് ഹൗസ് ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിസ് അസിസ്റ്റൻസ്. അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അയാളുടെ വീട് പരിശോധിച്ചിട്ട് മറ്റെന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇയാളാണ് പറഞ്ഞത് ഈ വിഷക്കുപ്പി പകുതി ഇയാൾ കുടിച്ചു. പക്ഷേ ഇന്നത്തെ വൈദ്യപരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെൻ്റ് ആണോ? കാരണം ഒരു വിഷക്കുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു 100% എന്തെങ്കിലും അസുഖം വരും. പക്ഷേ അങ്ങനെ ഒരു ലക്ഷണം ഒന്നുമില്ല, വൈദ്യപരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല. സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും. നമുക്ക് ചെറിയ നമുക്ക് സംശയമുണ്ട്. ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അതർ ഇൻവോൾവ്മെൻറ്റ് അങ്ങനെ ഇതുവരെ മനസ്സിലായില്ല. ഇന്നേ ഉച്ചയ്ക്ക് സമയത്ത് നിങ്ങൾ ഇയാൾക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് മീൻസ് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് നടപടികൾ ഇപ്പോൾ ബാക്കിയാണ്. അത് ചെയ്തിട്ട് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നേ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും ബാർബ്ഡ് വയർ ഇത് ഇയാൾ ചാടി പോയില്ലേ ഓടിക്കാൻ സമയത്ത്. സോ അതിൻ്റെ കുറച്ച് സ്ക്രാച്ച് ഇയാളുടെ ശരീരത്തിലുണ്ട്. ഒരു മാസം ഏകദേശം ആ സ്ഥലത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു.
അത് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. ഏത് കടയിലാണ് ഇയാൾ പോയിട്ട് ഈ വെപ്പൺ വാങ്ങിച്ചത്, ഇയാൾക്ക് കൂട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം. അത് മറ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യാം. ഇല്ല, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദറ്റ് വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് മോർ. ഇയാളുടെ എല്ലാം സാധനം പിന്നെ ഇയാളുടെ റൂം എല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടതാണ് ഇഫ് ഹി ഈസ് ഹാവിങ് എ ലിസ്റ്റ്. ബട്ട് ആസ് ഓഫ് നൗ ഹി ഈസ് നോട്ട് ടെല്ലിങ് എനിത്തിങ്. കോഓപ്പറേഷൻ ഇൻ ദ സെൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ പറ്റില്ല. വി ഹാവ് ടു ക്രോസ് വെരിഫൈ ബിഫോർ ബിലീവിങ് എത്തിയത്. ഞങ്ങൾ എല്ലാം കാര്യങ്ങൾ ഓരോ കാര്യം ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഇയാൾ പറഞ്ഞതാണ്, പക്ഷേ അത് ഒരു നമുക്ക് തോന്നുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് വൈരാഗ്യമിൻ്റെ ഭാഗമാണ് ഉള്ളത്. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് സിൻസ് ഓൾ ടൈം, സിൻസ് ദ ഫസ്റ്റ് മർഡർ വിച്ച് ഹാപ്പൻഡ് ഇൻ 2019. സോ ആ കാര്യം നമുക്ക് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ മറ്റ് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം പ്ലാനിങ്ങിൻ്റെ കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് ആ പ്രദേശം മുഴുവൻ വളരെ നന്നായിട്ട് അറിയാം. ഈ വനപ്രദേശത്തിൻ്റെ ഇത് താമസിച്ച് അയാൾ ആ ഏരിയയിൽ താമസിച്ചുകൊണ്ട് ഈ നോസ് വെരി പെർഫെക്റ്റ്ലി ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ ആ മലയിൻ്റെ മുകളിലേക്ക് ഉണ്ടായിരുന്നു ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് അക്സെപ്റ്റിംഗ്. അതെ. സോറി, മിസ്ലീഡ് ആരും ഇയാൾക്ക് എല്ലാവരുമായിട്ട് വൈരാഗ്യമാണ്. നോട്ട് ഓൺലി സിംഗിൾ മെമ്പർ ഓഫ് ദ ഫാമിലി ബട്ട് ഓൾ ദിസ്. സുധാകരനായിട്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. പിന്നെ നേരത്തെ കൊല്ലപ്പെട്ട് സജിത്തായിട്ട് ഒരു വൈരാഗ്യമായിരുന്നു. പിന്നെ ബാക്കി ഈ മദറായിട്ട് ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ഇത് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇയാൾ മലയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ കുറേ ഇൻഫർമേഷൻ ഇതുപോലെയാണ് കിട്ടിയത്, പക്ഷേ അതൊരു ഇത് കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ലാതെ ആയിരുന്നു. നിങ്ങൾ ഒരു ഇൻഫർമേഷൻ വെരിഫൈ ചെയ്തിട്ട് നോക്കി. സോ ബേസിക്കലി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ഒരു പ്രധാന സെക്യൂരിറ്റി ആയിട്ടാണ് പല സ്ഥലത്തിൽ ജോലി ചെയ്തത്. മെയിൻലി ഹി ഹാസ് വർക്ക്ഡ് ഇൻ എ ക്വാറി ഇൻ കോഴിക്കോട് ഏരിയ. ഒരു ക്വാറിയിലാണ് വർക്ക് ചെയ്തത്. ഈ ഇയാളുടെ ജോലി ഒരു 2 മാസം 3 മാസം മുമ്പാണ് നഷ്ടപ്പെട്ടത്. സംവേർ അത് നമുക്ക് കൺഫർമേഷൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഡോക്യുമെൻ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. 3-4 months ago he lost that job. ആ ജോലി നഷ്ടപ്പെട്ട ശേഷമാണ് ഇയാൾ ഈ മേഖലയിലേക്കാണ് വന്നത്, ഈ ഏരിയയിലേക്കാണ്. ഇയാളുടെ പ്ലാനിങ് ആയിരുന്നു കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പിന്നെ ഒരു പുതിയ ജോലി കിട്ടിയാൽ അപ്പോൾ തന്നെ പുറത്ത് പോകും. ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് മന്ത്രവാദമില്ല. ഇയാളുടെ ഒരു വിശ്വാസമാണ്. ഇയാളുടെ ഫാമിലി ഡിവൈഡായി, ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ മറ്റു ഫാമിലിയാണുള്ളത്. മന്ത്രവാദമാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഒരു പോയിന്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിൽ ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യമാണുള്ളത്. ഇന്നലെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെ, ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നമുക്ക് നടക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം അത് IG അദ്ദേഹത്തിൻ്റെ ഓർഡർ പ്രകാരം തുടങ്ങിയതാണ്. അന്വേഷണം ചെയ്തോട്ടെ, എൻക്വയറി ഓഫീസർ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തോട്ടെ. അത് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് മറ്റു നടപടികൾ അത് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പോകും.
ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഈസ് ഫീലിംഗ് ദാറ്റ് ഹീ ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. സോ ആ ഫീലിംഗ് കൂടിയാണ്. പ്ലാനിങ് ഒരു നമുക്ക് കുറച്ച് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് പ്ലാനിങ് ഇയാൾക്ക് നല്ല പ്ലാനിങ് ആണ്. എല്ലാം കാര്യത്തിൽ നല്ല പ്ലാനിങ്ങിൻ്റെ ആളാണ്. സോറി, ആ ആയുധം ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ റെഡിയാക്കിയിട്ട് ആ സ്ഥലത്തിൽ വെച്ചിരുന്നു. കയ്യിലെടുത്തിട്ട് ചുറ്റും അത് നടന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. വെദർ ഹി വാസ് കീപ്പിംഗ് ഹിസ് വെപ്പൺ ഇൻ ഹാൻഡ് ആൻഡ് റോമിങ് ഔട്ട് സൈഡ് നമുക്ക് ഉറപ്പാക്കാം. ഇത് കൺഫേം ചെയ്യാം. അത് നമുക്ക് കൺഫേം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ഉറപ്പായിട്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു കൺഫേം. ഇത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ വ്യക്തമാക്കിയത്. ഒരു മൊബൈൽ ഫോൺ ഇയാളുടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആ മേഖലയിൽ തന്നെയാണ് ആ സമയത്ത് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ കൂടാതെ ഇയാൾ മറ്റാളുടെ ഈ ക്വാരിയിൽ വർക്കിംഗ് ചെയ്ത സമയത്ത് വിത്ത് ഒരു കോവർക്കറിൻ്റെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇയാളുടെ സിം അതിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ മറ്റൊരു സിം ഉപയോഗിച്ചിട്ട് കുറേ ആളുകൾക്ക് വിളിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഫോൺ സിം ഈസ് ഓൾസോ ഇറ്റ് സീംസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഹിസ് നെയിം. പക്ഷേ ഇയാൾ സ്ഥിരമായിട്ട് ആ സിം ഉപയോഗിച്ചിട്ടില്ല. എന്താ മിസ്ലീഡിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഒരു പോയിൻ്റാണ്. ഇയാൾ ഇപ്പോൾ പറഞ്ഞത് പോയ്സൺ കുടിച്ചു, പക്ഷേ അതിൽ വൈദ്യപരിശോധനത്തിൽ ഒന്നും മനസ്സിലായില്ല. സോ ദാറ്റ് തിങ് ഈസ് എ ഡൗട്ട്ഫുൾ ആക്ച്വലി. ആ ഡൗട്ട്ഫുൾ കാര്യം നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൂടാതെ മറ്റു കാര്യം ഇയാളുടെ വിശദമായിട്ട് ഇപ്പോൾ മൊഴി എടുത്തിട്ടുണ്ട്. 1 by 1 ഈച്ച് പോയിന്റ് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇല്ല, അങ്ങനെ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ പ്ലാനിങ് ആയിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് എവിടേക്കോ ഓടിപ്പോവാ. ഇല്ല, ഇയാളുടെ ഫോൺ ഉണ്ടായിട്ടില്ല കയ്യിൽ. ആ സമയത്ത് ഫോൺ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇല്ല, ആ വീട്ട് വഴി പോയിട്ടില്ല. ഏട്ടനിൻ്റെ വീട് ഭാഗത്ത് പോയിട്ടില്ല. ഇയാൾ നേരെ മണലേക്കാണ് ആ സിം മണികണ്ഠൻ ഒരു പേരാണ് അയാളുടെ. 2-3 ഫോണാണ് ഇയാൾ ഉപയോഗിച്ചത്. ബിക്കോസ് വെൻ എവർ ഹീ ഈസ് യൂസിങ് എ സിം ഇൻ സം അതർ ഫോൺ ദാറ്റ് വിൽ കം ഇൻ അവർ IMI ട്രേസ്. സോ അങ്ങനെയാണ് നമുക്ക് IMI ട്രേസ് കിട്ടിയത്. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളതിനെ പറ്റി, അതുപോലെ കുറെ കാലം ഇയാൾ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു പറയുന്നത് വ്യക്തത വന്നിട്ടുണ്ടോ? ഡ്രൈവറായിട്ട് ഇയാളാണ് ജോലി ചെയ്തത്. വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ നമുക്ക് കൺഫേം ചെയ്യാം. വ്യക്തമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നോക്കിയിട്ട് കൺഫേം ചെയ്യേണ്ടി വരും. ഒരുപാട് കാലം ഇയാൾ ലോറി ഡ്രൈവറായിട്ടാണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് ഇപ്പോൾ നോക്കേണ്ടി വരും. പ്രാഥമികമായിട്ട് ആ പോയിന്റ് വരെ ഞങ്ങൾ പോയിട്ടില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ബോധ്യം, ചെറിയ ബോധ്യമാണ് ഉള്ളത്. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല. ഒരു എന്താ പറയുക, ഒരു റിപ്പൻറ്റ് പോലെ അയാൾക്കില്ല. ഗിൽട്ട് ഫീലിംഗ് അങ്ങനെയില്ല. ഒരു സന്തോഷം പോലെ തന്നെയാണ്. അല്ല, ആ ലെവലിലേക്ക് ഇപ്പോൾ അന്വേഷണം പോയിട്ടില്ല. അത് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതാണ് ആ കാര്യം. പുറത്തിറങ്ങിയാൽ ഭീഷണിയാവുന്നുള്ളൊരു ഭയപ്പോഴും നിൽക്കുന്നില്ല. കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സഹോദരങ്ങൾക്കും നിൽക്കുന്നു. ഈ റിമാൻഡ് ചെയ്യുമ്പോൾ അത് കോടതി പ്രത്യേകമായി അറിയിക്കും അദ്ദേഹത്തിന് പുറത്തുണ്ടാകാതിരിക്കാനുള്ള സംവിധാനം പോലീസിൻ്റെ ഭാഗത്ത്. അതെ, അത് നമുക്ക് പ്രത്യേകമായിട്ട് ഉറപ്പാക്കാം. അതുപോലെ തന്നെ കേസിൻ്റെ അന്വേഷണം അത്ര പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ട്രയലിൻ്റെ നടപടികളിലേക്ക് കൊണ്ടുപോയിട്ട് ശിക്ഷ കിട്ടാനുള്ള സംവിധാനം കൂടി നമുക്ക് അത്ര വേഗം ഇതിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
ക്രൈം സീൻ റീക്രിയേഷൻ ഞാനാണ് പറഞ്ഞത്. ഇയാൾ എവിടെ പോയി, ഇതിൻ്റെ ശേഷം ഏത് വഴിയിലേക്ക് എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ വന്നത്, ആ കാര്യമാണ് ഉള്ളത്. പിന്നെ ഈ കോഴിക്കോട് ഏത് ക്വാറിയിൽ ഇയാൾ ഉണ്ടായിരുന്നു, ആ മുറികൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടതാണ്. മറ്റെവിടേക്കും ഇയാൾ സ്റ്റേ ചെയ്തതാണോ ആ സ്ഥലങ്ങൾ നമുക്ക് സെർച്ച് ചെയ്തതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റോ ഈ ഇപ്പോൾ പറഞ്ഞ പ്രകാരം ഡയറിയോ അത് എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. സെക്യൂരിറ്റി ജോലിയായിരുന്നു. കോഴിക്കോട് എവിടെയാണ്? തിരുവമ്പാടിയാണ്. വേറെ എക്സാക്ട്ലി ഐ എം നോട്ട് കൺഫേം അബൌട്ട് ഇറ്റ്. ഐ ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഡേറ്റ വിച്ച് നെയിം ആൻഡ് ഓൾ. ഇയാൾ ഒളിവിൽ പോയ സമയത്ത് സഹോദരൻ എന്തോ പണം എത്തിച്ചു കൊടുത്തു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ സഹോദരനായിട്ടുള്ള രാധാകൃഷ്ണൻ? അങ്ങനെ ഒന്നും നമുക്ക് ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഇയാൾ ഈ ബെയിലാണ് എടുത്തത്. ജയിലിലുണ്ടായിരുന്ന സമയത്ത് ഈ ജോലി ചെയ്തു, അത് പൈസ ഇത് കിട്ടിയ ഇയാൾക്ക്, ആ പൈസ ഒപ്പിച്ചിട്ടാണ് ബെയിലെടുത്തത്. ഇന്നലെ ഈ വീട്ടിലേക്ക് വരുമ്പോഴേ പോലീസിനെ കണ്ടപ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കും, അങ്ങനെ ഓടിപ്പോവാൻ ശ്രമിച്ചിട്ടില്ല ആണ് നമുക്ക് മനസ്സിലായത്. ബാക്കി ചിലപ്പോൾ ആ സമയത്ത് 10:30 മണി ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ഡാർക്കാണ്. മേ ബി ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിയർ ബൈ പോലീസ് പേഴ്സൺസ് ആർ ദേർ. അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. എത്ര 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഭാര്യ 10ാം ക്ലാസ്സും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഭാര്യ +2 ആണെന്ന്. കസ്റ്റഡി ഇപ്പോൾ എക്സാക്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നേരത്തെ ഡിവൈഎസ്പി സാറൊക്കെ പറയുന്നുണ്ടായിരുന്നു 48 മണിക്കൂറാണ് അവർക്ക് നൽകിയ സമയപരിധി എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. നമുക്ക് ടാർഗറ്റ് അങ്ങനെ ചെയ്തിട്ട്, പക്ഷേ അത്ര പെട്ടെന്ന് നമുക്ക് പിടിക്കാനുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ, ദാറ്റ് വാസ് ദ ടാർഗറ്റ്. ഏറ്റവും ഒടുവിൽ ന്മാരായ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര അതിവിദഗ്ധനായിരുന്നു എന്നാണ് പ്രതി ഇപ്പോൾ SP പാലക്കാട് SP മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത്. കൊലപാതകത്തിന് കാരണം പരസ്പര വൈരാഗ്യമാണ്. പ്രതി പ്ലാനിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൊല നടത്തിയിട്ടുള്ളത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യണം. 2 ആഴ്ചയ്ക്കുള്ളിൽ കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തണം. ഒപ്പം ഈ ഒരു കൊലപാതകം പുനരാവിഷ്കരിക്കണം.